ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപിന്റെ ഫഫബ മൂവി ഇന്ന് ഫാമിലിയായിട്ട് പോയി കണ്ടായിരുന്നു. ഇത്രയും നെഗറ്റീവ് ക്യാമ്പയിൻ നടന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ ഇന്ന് സെക്കൻഡ് ഡേ ആണ് പടം. ഞാൻ കണ്ട തിയേറ്റർ ഫുള്ളായിട്ട് ഓടി. വേറെ കാര്യം ശ്രദ്ധിക്കാൻ പറ്റിയത് ഏകദേശം പകുതിക്കുള്ള ആൾക്കാരും ലേഡീസും കുട്ടികളുമായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ പഴയ ഫാൻ ബേസ് ഇപ്പോഴും ഉണ്ടെന്ന് മനസ്സിലായി. ഇത് ഒരു മാസ് മസാല ആക്ഷൻ ത്രില്ലർ മൂവി ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് ഡയറക്ട് ചെയ്തിട്ടുള്ളത് ധനഞ്ജയ് ശങ്കർ അദ്ദേഹത്തിന്റെ ഒരു ഡെബ്യൂട്ട് മൂവിയാണ്. പിന്നെ ഇത് സ്ക്രീൻ പ്ലേ വന്നിട്ട് ഫാഹിം സാഫർ ആൻഡ് നുറിൻ ഷെരീഫ്. ഇത് മ്യൂസിക് ഡയറക്ടർ ഷാൻ റഹ്മാൻ. പിന്നെ ഇത് പ്രൊഡക്ഷൻ കമ്പനി എന്ന് പറയുന്നത് ശ്രീ ഗോകുലം മൂവീസ്. ദിലീപ് അസാധ്യമായിട്ട് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണിത്. ദിലീപ് ഇത്രയും നല്ല രീതിയിൽ ദിലീപ് ഞാൻ വേറെ ഒരു പടത്തിലും കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ ക്യാരക്ടർ അസാധ്യമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ മോഹൻലാലിന് ഇന്റർനാഷണൽ കുറെ സ്പേസ് ഉണ്ട്. ലാലേട്ടൻ ആ സ്പേസ് നമ്മളെ ഡയറക്ടർ നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. പക്ഷെ നമ്മൾ കണ്ട ട്രോളിയ ആ സോങ് ഉണ്ടല്ലോ, അഴിഞ്ഞാട്ടം, അതൊക്കെ നല്ല രീതിയിൽ ആ തിയേറ്ററിൽ വർക്കായിട്ടുണ്ട്. പക്ഷെ കുറെ കൂടെ ആ ഫുൾ സോങ് ആണല്ലോ, നല്ല രീതിയിൽ അത് വർക്കായിട്ടുണ്ട്. പിന്നെ പല ആക്ഷൻ സീനുകളും അത് ആക്ഷൻ കൊറിയോഗ്രാഫിയുടെ കുഴപ്പമാണോ ഡയറക്ടർ കുഴപ്പമാണോ എന്നറിയില്ല. ആക്ഷൻ സീനൊക്കെ കുറെ കൂടെ ഒരു പഞ്ചായിട്ട് എടുക്കാമായിരുന്നു. ഒരു പഞ്ചില്ലായ്മ ഫീൽ ചെയ്തു. പിന്നെ ഇതിൽ പറയാനുള്ളത് പടം ത്രൂ ഔട്ട് പഞ്ചില്ലായ്മ ഉണ്ടായി. അത് ഡയറക്ടർ ഒരു കുറവായിട്ടാണ് ഞാൻ കാണുന്നത്. ഡയറക്ഷൻ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ഇല്ലായ്മ ഈ പടത്ത് മുഴുനീള നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വേറെ ആരെങ്കിലും നമ്മളെ ഡയറക്ടറെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ പടം പൊളിയായിട്ട് പോയേനെ. പിന്നെ ഇത് പക്ഷേ നമുക്ക് വൺ ടൈം വാച്ചബിളാണ്. ലോജിക്കൊന്നുമില്ലാതെ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് മുതലാവുന്ന രീതിയിൽ പടം എടുത്തിട്ടുണ്ട്. പടം നിങ്ങൾക്കും വൺ ടൈം വാച്ച് എന്നുള്ള രീതിയിൽ പോയി കാണാവുന്നതാണ്. ഫാമിലി മൂവിയാണ്. അഡിയോസ് അമിഗോസ്.